നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണ്. അത് ബി ജെ പിയുടെ മാത്രമല്ല, 3 മുന്നണികളുടെയും എ ക്ലാസ് മണ്ഡലമാണ്. ബി ജെ പി അതിനൊരു പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂരും പത്തനംതിട്ടയും പാലക്കാടും ഇപ്പോൾ ആലപ്പുഴയും എ ക്ലാസ് മണ്ഡലമായി മാറുകയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട്. തിരുവനന്തപുരത്തെ മത്സരത്തിന് ഏറെ പ്രാധാന്യമാണ്. കാരണം ബി ജെ പി 2014 വിജയത്തോടടുത്തെത്തിയ, വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് കാണുന്നത്. ആ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂരിനെ പോലുള്ള ഒരാൾ 4ാം തവണ മത്സരിക്കാൻ ഇറങ്ങണ്ടായിരുന്നു. ഡോക്ടർ ശശി തരൂർ ഇക്കുറി, അതായത് ഈ 4ാം തവണ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ശശി തരൂരിനെ പോലുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് ആവശ്യമാണ്. പക്ഷേ നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വരുമ്പോൾ ശശി തരൂരിനെ അവിടെ പോയി എന്ത് ചെയ്യാൻ കഴിയും? അതൊരു ചോദ്യം. 2, തിരുവനന്തപുരത്തെ വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട്, ഇത് 4ാം തവണ മത്സരിക്കുകയാണ്, 3 തവണയായിട്ട് തിരുവനന്തപുരത്തുണ്ട്, അതായത് 15 വർഷം. എന്തുണ്ടായി തിരുവനന്തപുരത്തിൻ്റെ വികസനം? വിഴിഞ്ഞം പോർട്ട് പറയുന്നുണ്ടാകും, പക്ഷേ അതൊന്നും ശശി തരൂരിൻ്റെ മിടുക്കുകൊണ്ടൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. അല്ലാതെ എന്ത് വികസനമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്? പിന്നെ ശശി തരൂർ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇത് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് താഴെ തട്ടിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ഇല്ല, സംഘടനാ സംവിധാനം വേണ്ട തരത്തിലില്ലാതെ ആയിപ്പോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് ശശി തരൂർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പരാജയം മണത്തറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ തരൂർ നേരിടുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ്. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി ജെ പി ഘടകമൊന്നും തീർച്ചപ്പെടുത്തിയതല്ല. ബി ജെ പി കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ശശി തരൂരിനോട് എതിരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കുമ്മനം രാജശേഖരനെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. എങ്കിൽ പിന്നെ ശശി തരൂരിൻ്റെ വിജയം എളുപ്പമാകും. മറ്റൊന്ന്, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് മാറിപ്പോകാനിടയുള്ളത് കഴിഞ്ഞ തവണ, അതായത് 2019 വരെയും ഈ തീരദേശ മേഖലകളിൽ നിന്ന് കോവളം, പാറശാല, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ട് കൂടുതലായിട്ട് തരൂരിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇക്കുറി അവിടെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ കടന്നുകയറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് സംവിധാനം വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തരൂർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും വരെ തരൂർ പരാതി അറിയിച്ചിരിക്കുകയാണ്. തരൂര് തൻ്റേതായ കഴിവ് ഉപയോഗിച്ച് തൻ്റെ ഒരു മാനേജ്മെൻറ്റ് ടീമിനെയാണ് മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. 2009 തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോഴും ഇതുതന്നെയാണല്ലോ പറഞ്ഞത്. കോൺഗ്രസ്സുകാരെന്താണ് പറഞ്ഞത്? കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി, ആരും അടുത്തില്ല അദ്ദേഹത്തോട്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ടീമിനെ വെച്ചാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. അങ്ങനെ 2009 2014 2019 വിജയിച്ചു പോയി. 2014 അല്പം വെള്ളം കുടിച്ചു. ഇനിയിപ്പോൾ ചോദിക്കാം, എന്താണ് പന്ന്യൻ രവീന്ദ്രനെക്കുറിച്ച് പറയാത്തത്? പന്ന്യൻ രവീന്ദ്രനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവിടെ. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരമാണ്. പക്ഷേ മണ്ഡലമൊട്ടാകെ നമ്മൾ ചുറ്റി നടക്കുമ്പോൾ എല്ലായിടങ്ങളിലും വേണ്ട തരത്തിൽ ചുവരെഴുത്ത്, പോസ്റ്റർ, ഇതൊക്കെ തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ CPIയുടെയും CPMൻ്റെയും കൊടിതോരണങ്ങളും എല്ലാം കാണാം. അതിനൊന്നും ഒരു കുറവുമില്ല. കാരണം LDF എന്ന് പറയുന്നത് CPM, CPI ആയാലും നല്ല സംഘടനാ സംവിധാനം ഉള്ളതാണ്. പക്ഷേ ഇവിടെ തരൂരിനോടും രാജീവ് ചന്ദ്രശേഖരനോടും കിടപിടിക്കാൻ തക്ക ആളല്ല പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിന് ലാളിത്യമുണ്ട്, ജനകീയനാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ പുതുതലമുറയുടെ വോട്ട് മുഴുവൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറിലേക്കായിരിക്കും. കാരണം ഒരു ഹൈടെക് രീതി ആണ്. അപ്പോൾ ചോദിക്കും, തരൂർ അതല്ലേ? തരൂർ 3 തവണയായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹം എന്ത് തിരുവനന്തപുരത്തിന് കിട്ടി, എന്താണ് IT മേഖലയ്ക്ക് തന്നത് എന്ന് പുതുതലമുറ ചോദിക്കുകയും ചെയ്യും. ഇതെല്ലാം
തരൂരിന് പ്രതികൂല ഘടകമായി മാറിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാർഗെക്കെതിരെ മത്സരിക്കുമ്പോൾ തരൂരിനെ പരാജയപ്പെടുത്താൻ ആരാണ് മുന്നിട്ടിറങ്ങിയത്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ തരൂരിനെ കാലുവാരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി പറഞ്ഞ രണ്ടക്കം, അത് വെറുതെ പറയുന്നതല്ല. മോദി ഒരിക്കലും വിടുവായിത്തം പറയത്തില്ല, കാര്യങ്ങൾ കണക്ക് കൂട്ടി തന്നെയാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ആ രണ്ടക്കം എന്ന് പറയുകയും അത് പ്രയോഗിച്ചിരിക്കുകയും ചെയ്യുന്നിരിക്കുന്നതിനകത്ത് കയറി നമ്മൾ വായിച്ചു പോകാമെങ്കിൽ മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ തൃശ്ശൂരല്ലേ അക്കൗണ്ട് തുറക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. തൃശ്ശൂർ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി അങ്ങ് മാറ്റിയത് സുരേഷ് ഗോപിയാണ്. തൻ്റെ ഒരു താരപരിവേഷം കൊണ്ട് സ്വയം അങ്ങ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചങ്ങ് എ ക്ലാസ് ആക്കി, അങ്ങനെ മണ്ഡലമാകെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറം തിരുവനന്തപുരമാണ് BJPക്ക് ഏറ്റവും കൂടുതൽ നോട്ടവും. തലസ്ഥാനത്ത് നിന്ന് തന്നെ ആദ്യ BJP MP അവിടെ പാർലമെൻറ്റിൽ എത്തണമെന്നും കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തരൂരിൻ്റെ ഒരു പരാജയമാണ് ഇക്കുറി കാണാൻ പോകുന്നത്.